രണ്ടത്താണി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ആബിദ് ഹുസൈൻ തങ്ങൾ MLA-ക്കെതിരെ നടക്കുന്ന പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അവിടെ സംസാരിക്കുന്നതും അവരുടെ ഇടപെടലുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ട്. മിനിഞ്ഞാന്ന് നടന്ന ആ കാര്യത്തെ മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് പാർട്ടി അപലപിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2017 ഇതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായത്. അന്ന് നമുക്കറിയാം, അന്ന് ഈ വിഷയത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലുള്ള ആളുകൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം കൊടുക്കേണ്ട ഇരകളുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ പ്രകാരമായി ആ ഒരു പ്രയാസത്തിൽ മാറാക്കര പഞ്ചായത്തിലും ഇവിടെയുള്ള നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ NH പോകുന്ന പ്രദേശങ്ങളിലുള്ള വീട്ടുടമകളും സ്ഥലമുടമകളും വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആ കാലത്തുള്ള ഭരണസമിതി 2 യോഗത്തിൽ നമ്മളവിടെ പങ്കെടുക്കുകയും ഈ 2 യോഗത്തിൽ കൃത്യമായിട്ട് ഈ മാറാക്കരയിലെ സ്ഥലം പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി അവിടെ വാദിക്കുകയും അത് മാറാക്കര ഗ്രാമപഞ്ചായത്തിനെ മാത്രമല്ല എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ ബഹുമാന്യരായ MLA MP-മാരോടൊക്കെ സമ്മർദ്ദഫലമായി നല്ല റേറ്റിൽ ആ കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കുകയും ചെയ്തു. അതാണ് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് 2017 ഉണ്ടായിട്ടുള്ള കാര്യം. അതാണ്. അപ്പോൾ പല ആളുകളും അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അന്നൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയൊക്കെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, ഒരുപാട് യോഗങ്ങൾ നടത്തിയിരുന്നു, ആ യോഗത്തിലൊന്നും പങ്കെടുത്തില്ല. വളരെ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള കാര്യമാണത്. അങ്ങനെ സംഭവം ഉണ്ടായില്ല. ആകെ 2 യോഗത്തിലാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്ന് വിളിച്ചിരുന്നത്. ആ 2 യോഗത്തിലും ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായി ഈ സ്ഥലം പോകുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ച് ചെയ്താണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തുടക്കം മുതലേ നിരന്തരമായ ഇടപെടലുകൾ നടത്തിയ ഒരു ജനപ്രതിനിധിയാണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. മുതലുള്ള രേഖകൾ ഫുള്ള് ഇതിലുണ്ട്. കാരണം 2023 1-ാം മാസം 23 ജനുവരിയിൽ അന്ന് മുതൽ MLA കലക്ടർ കൊടുത്ത പരാതികളാണ്. കലക്ടർ 4-5 തവണ കലക്ടർ പോയി നേരിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും കലക്ടർ അന്നത്തെ കലക്ടർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കലക്ടർ സന്ദർശിച്ചതിനെ MLA-മാരുടെ മറ്റു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്താണ് ലാസ്റ്റ് ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. വിശദീകരണമായി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അത് പറയേണ്ട സമയത്ത് അത് രീതിയിൽ തന്നെ പറയും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട നടപ്പാത അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ പാർട്ടിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും എല്ലാവരും നാട്ടുകാർക്ക് വേണ്ടി കൂടെയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടാവുന്നതാണ്. രണ്ടത്താണിയിൽ ഇരുഭാഗങ്ങളിലേക്കും കടന്നുപോകുന്നതിന് ഒരു സൗകര്യം വേണമെന്നാവശ്യപ്പെട്ട് MLA നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. 2023 ജനുവരിയിൽ NH ഉന്നത ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടി കളക്ടറെയും രണ്ടത്താണി ടൗണിലെ സ്ഥലം സന്ദർശിപ്പിക്കുകയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അണ്ടർപാസ് എന്നതിൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബഹുമാന്യനായ MLA, നൂറുകണക്കിന് MLA-മാർ ഇവിടെ ഉണ്ട്. 140ഓളം MLA-മാരുള്ളതിൽ അതിൽ ഒരുപാട് MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് നാഷണൽ ഹൈവേ. പക്ഷേ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഏകദേശം 5 മിനിറ്റോളം ഉപക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രണ്ടത്താണിയുടെ ജനങ്ങൾ, അതായത് ആക്ഷൻ കൗൺസിലിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിയമസഭയിൽ വരെ നിരന്തരമായി ഇടപെടലിൽ നടത്തിയ ബഹുമാന്യനായ MLA-യെ ഒരു നന്മയുടെ പക്ഷത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായതുകൊണ്ടാണ് ഈ പ്രതികരണം ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത്. ഞങ്ങൾ രണ്ടത്താണിയിലെ പ്രയാസമനുഭവിക്കുന്ന ബഹുഭൂരിഭാഗം ജനങ്ങൾക്കൊപ്പം ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. 2023 ജനുവരിയിൽ NH-യെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടറെയും രണ്ടത്താണിയുടെ ടൗണിൽ സ്ഥലം സന്ദർശിപ്പിക്കുകയും അതിന് ബഹുമാന്യനായ MLA നേതൃത്വം കൊടുക്കുകയും ഈ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലതവണ നേരിൽ കണ്ടും സർവകക്ഷി സംഘത്തിന്റെ സാന്നിധ്യത്തിലും MLA ഹൈവേ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചർച്ച ചെയ്യുന്നതിനായി അതാത് സമയങ്ങളിൽ ജില്ലാ കലക്ടറെ കൊണ്ട് പ്രത്യേക യോഗം വിളിപ്പിക്കുകയും ഇത്തരം മീറ്റിംഗുകളിൽ MLA ഈ വിഷയം ദേശീയപാത അധികൃതരുടെ സാന്നിധ്യത്തിൽ പലതവണ ഗൗരവപൂർവ്വം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആബിദ് ഹുസൈൻ തങ്ങൾ MLA-യെ
പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ചില ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരെയും ഞങ്ങൾ പറയുന്നില്ല, മാന്യമായ ആളുകളൊക്കെ അതിലുണ്ട്. നമ്മളൊക്കെ പ്രതിപക്ഷ MLA-മാരോടും ഭരണപക്ഷ MLA-മാരോടൊക്കെ കാണുന്നതും അഭിപ്രായവ്യത്യാസങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെയാണ്. അതിനൊക്കെ അതാത് രൂപമുണ്ട്. അതേപോലെ സംസാരിക്കും, നമ്മളെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അറിയിക്കും, അല്ലെങ്കിൽ നമ്മളെ പ്രയാസങ്ങൾ പറയും. ഇത് അദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുവന്ന് അവിടുന്ന് ഇത് വഷളാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ ഇപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട MP-നെ ഇതിന് നേരത്തെ ചെയ്തു ഒരു പ്രാവശ്യം വന്നപ്പോൾ. അതേപോലെ ഈ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് മുസ്ലിം ലീഗും UDF-ഉം മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി, അതേപോലെ മാറാക്കര പഞ്ചായത്തിലെ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പ്രകടനത്തിനും മുന്നിൽ ജനപ്രതിനിധികളുണ്ടായിട്ടുണ്ട്, ലീഗിൻ്റെയും അതേപോലെ UDF-ൻ്റെയും. ഇവിടെ ഏറ്റവും അവസാനം കാടാമ്പയെ അറസ്റ്റ് ചെയ്ത് കൊടുന്നതിൽ 4 വനിതാ ലീഗിൻ്റെ മെമ്പർമാരുണ്ടായിട്ടുള്ളത്. അന്ന് നേരത്തെ ആദ്യം പോയ ആൾ ഞാനാണ് സ്റ്റേഷനിൽ പോയത്. അവിടുത്തെ കാര്യങ്ങൾ MLA-യുമായി വിളിച്ച നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞാൻ സംസാരിച്ച് അവരെ അന്ന് ഇത് ചെയ്തത്. എല്ലാ മാസവും ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടക്കാറുള്ള ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ MLA അവതരിപ്പിക്കുകയും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ NHI റീജിയണൽ ഓഫീസറെ കണ്ട് അണ്ടർപാസ് ബോക്സ് കൾവർട്ട് നിർമ്മാണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആക്ഷൻ കൗൺസിലിൽപ്പെട്ട ലീഗ് വിരുദ്ധരായ ചിലരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും പാർട്ടി ജനപ്രതിനിധികളെയും മോശമാക്കി ചിത്രീകരിക്കുക എന്നതാണ്. ജില്ലാ കലക്ടറുടെ സന്ദർശന ദിവസം വെറുതെ വീഡിയോയിൽ പകർത്തുന്നതിന് വേണ്ടി മാത്രം ഒരു സീനുണ്ടാക്കി പാർട്ടിയെയും MLA-യെയും മോശമാക്കി പ്രചാരണം നടത്തുക എന്ന ലക്ഷ്യവുമായി എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. 1-2 മാസങ്ങൾക്ക് മുമ്പ് രണ്ടത്താണിയിലെ ഹോമിയോ ഡിസ്പെൻസറി പ്രവൃത്തി ഉദ്ഘാടനത്തിനെത്തിയ ET മുഹമ്മദ് ബഷീർ MP-യെ നിവേദനം നൽകാമെന്ന പേരിൽ സന്ദർശിച്ച് ഇതേ കുബുദ്ധികൾ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ നടത്തുകയും അത് വീഡിയോ പകർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് അവരുടെ ഗൂഢനീക്കങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട്. പാർലമെന്റിലും നിയമസഭയിലും പാർട്ടി പ്രതിനിധികളായ അംഗങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഫോളോ അപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ബോധപൂർവം മറച്ചുവെച്ച് ചിലരുടെ പ്രേരണയിൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും MLA-യെയും MP-യെയും മാത്രം മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാകാത്ത നിലപാടാണ്. പാർട്ടിയെയും പാർട്ടിയുടെ നേതാവ് കൂടിയായ MLA-ക്കെതിരെയും നടത്തുന്ന നുണപ്രചരണങ്ങളെയും പാർട്ടി പ്രവർത്തകരും ചെറുത്തു തോൽപ്പിക്കും. ഹൈവേ വികസനത്തിന്റെ പേരിൽ അയ്യൂബ് ഖാൻ റോഡിലേക്ക് വെള്ളമൊഴുക്കി വിട്ട് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിനും രണ്ടത്താണിയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുന്നതിനു വേണ്ടിയും മുസ്ലിം ലീഗ് പാർട്ടി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഇനിയും നടത്തുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, K സുബൈർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അബുഹാജി കാലുടി, റഫീഖ് കല്ലിങ്ങൽ, അബൂബക്കർ തുറക്കൽ, മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, OK കുഞ്ഞിപ്പ, റഷീദ് കോങ്ങാടൻ, ജംഷാദ് കല്ലൻ, ജുനൈദ് പനമ്പുലാക്കൽ, മുഹമ്മദ് അലി പള്ളിമാലിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.